നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിൽ നിന്ന്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ വിവാദമായ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിൽ നിന്ന് തന്നെയെന്ന് CBI കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച CBIയുടെ കുറ്റപത്രത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 3 വിഷയ വിദഗ്ധരാണ് ഈ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കിയും റഫ് പേപ്പറുകളിൽ കുറിച്ചെടുത്തും പുറത്തെത്തിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ 25 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചതെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 5 തെങ്ങ് സ്വദേശി ഷിജിനെ കാണാതായി 8 ദിവസം പിന്നിട്ടിട്ടും തിരച്ചിൽ കാര്യക്ഷമമാകുന്നില്ലെന്ന് ആരോപിച്ച് കുടുംബം പ്രതിഷേധത്തിലേക്ക്. ഷിജിന്റെ ഭാര്യ സിജിയും ഹൃദയ സംബന്ധമായ അസുഖമുള്ള 4 വയസ്സുകാരൻ എബ്രിൻ, 2 വയസ്സുകാരൻ റാഫേൽ എന്നീ മക്കളും മറ്റ് കുടുംബാംഗങ്ങളും 5 തെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷന് മുന്നിൽ പെരുമഴയത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സർക്കാർ അനാസ്ഥയാണ് തിരച്ചിൽ വൈകാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷ വ്യതിയാനങ്ങളെ തുടർന്ന് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വടക്കൻ മലബാറിലും മലയോര മേഖലകളിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജന്തർ മന്ദറിൽ സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ഇരമ്പി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിഷയം വിശദീകരിക്കണമെന്ന ആവശ്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. സഭ സമ്മേളിച്ച ഉടൻ തന്നെ വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ബെവ്കോ മദ്യശാലകളിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന പദ്ധതി നിർത്തലാക്കിയ നടപടിയിൽ എക്സൈസ് മന്ത്രി M. ലിജു കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. മന്ത്രിയോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പദ്ധതി പിൻവലിച്ചതാണ് അതൃപ്തിക്ക് കാരണമായത്. വിഷയത്തിൽ വിശദീകരണം നൽകുന്നതിനായി ബെവ്കോ MDയോട് നേരിട്ട് ഹാജരാകാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാവേരി നദീജല വിതരണത്തിലും കർണാടക നിർമ്മിക്കാനുദ്ദേശിക്കുന്ന മെക്കദാട്ടു അണക്കെട്ട് വിഷയത്തിലും തമിഴ്നാട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദവും തർക്കവും. വിഷയത്തിൽ അനാവശ്യ രാഷ്ട്രീയ മുതലെടുപ്പിന് മുതിരില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ സംസ്ഥാനത്തിന്റെ സർവ്വ അവകാശങ്ങളും സംരക്ഷിക്കാൻ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. വടകരയിൽ വൻതോതിൽ സിന്തറ്റിക് ലഹരി മരുന്നായ MDMA പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ അധ്യാപക സംഘത്തിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന മരുന്നോങ്കര സ്വദേശി കീർത്തനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് വരെ അനുവദിച്ച കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ കേസിന്റെ ഗൂഢാലോചനയും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും അടിക്കടി ഉണ്ടാകുന്ന ബോട്ട് അപകടങ്ങളിലും മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിലും പ്രതിഷേധിച്ച് തീരദേശത്ത് പ്രക്ഷോഭം കടുപ്പിക്കാൻ ലത്തീൻ അതിരൂപത. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വീഴ്ചയും അധികൃതരുടെ നിഷ്ക്രിയത്വവുമാണ് ദുരന്തങ്ങളുടെ ആവർത്തനത്തിന് വഴിയൊരുക്കുന്നതെന്ന് ലത്തീൻ സഭ വികാരി ജനറൽ ഫാദർ യുജീൻ പെരേര ആരോപിച്ചു. കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. വടക്കേ ഇന്ത്യയിലുടനീളം തുടരുന്ന കനത്ത മൺസൂൺ മഴ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും മഴ ശക്തമാകുന്നതോടെ അസമിലെ പ്രളയക്കെടുതി അതീവ ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും പരിധി വിട്ട് കവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് മരണം 100-നോടടുക്കുന്നു. 1000-ലധികം ഹെക്ടർ കൃഷിഭൂമികൾ വെള്ളത്തിനടിയിലാവുകയും കാസിരംഗ ദേശീയോദ്യാനത്തിലടക്കം അപൂർവ ജീവജാലങ്ങൾ വന്യജീവി സങ്കേതങ്ങളിൽ ഭീഷണി നേരിടുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചരിത്രപരമായ ത്രികക്ഷി പ്രതിരോധ കരാറിൽ ഒപ്പിടാനൊരുങ്ങുന്നു. ഈ നിർണായക കരാറിന്റെ അവസാനഘട്ട ചർച്ചകൾക്കായി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗൻ സൗദി അറേബ്യയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകളിൽ പങ്കുചേരുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും കഴിഞ്ഞ ദിവസം തന്നെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. ജനകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.